സാമന്ത റൂപ്രഭു കഴിഞ്ഞ ജീവിതം പാടെ മറന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സംവിധായകൻ രാജ് നിധി മോരുവുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസം ആവുന്നു. എന്നാൽ ഇപ്പോഴും നടിയുടെ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ചും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുമുള്ള സംസാരങ്ങൾ അവസാനിക്കുന്നില്ല. രാജ് നെടിമോരുവുമായിട്ടുള്ള ലളിതവും സുന്ദരവുമായ വിവാഹത്തിന് ചുവപ്പ് നിറത്തിലുള്ള ബനാറസ് സിൽക്ക് സാരിയാണ് സാമന്ത റൂത്ത് പ്രഭു ധരിച്ചിരുന്നത്. ഒരു ദേവതയെപ്പോലെ സുന്ദരിയായിരുന്നു വിവാഹവേഷത്തിൽ സമാന്ത. ലക്ഷങ്ങൾ വിലയുള്ള സമാന്തയുടെ സാരിയും കോടികൾ വിലയുള്ള സമാന്തയുടെ വിവാഹമോതിരവും എല്ലാം വാർത്താ ശ്രദ്ധ നേടി. അപ്പോഴാണ് ആദ്യ വിവാഹത്തിൽ നടി ധരിച്ചിരുന്ന ഗൗണിനെ കുറിച്ചും സാരിയെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ വന്നത്. വിവാഹത്തിന്റെ ഡയമണ്ട് റിംഗ് ഒരു ലോക്കറ്റാക്കി സമാന്ത അണിഞ്ഞിരുന്നു. ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന വിവാഹത്തിന് ധരിച്ച വെള്ള ഗൗൺ കറുത്ത നിറത്തിലുള്ള ഗൗണാക്കി മാറ്റി ഒരു അവാർഡ് ഷോയിലും ധരിച്ചു. എന്നാൽ പേസ്റ്റൽ കളറിലുള്ള സമാന്തയുടെ വിവാഹ സാരി എന്തു ചെയ്തു എന്നറിയാമോ? അത് സാം നാഗചൈതന്യയ്ക്ക് തന്നെ തിരികെ നൽകി. അതിനൊരു കാരണമുണ്ട്. ആ സാരി നാഗചൈതന്യയുടെ മുത്തശ്ശിയുടെ വിവാഹ സാരിയാണ്. ഇമോഷണൽ ബന്ധത്തിന്റെ പേരിൽ ധരിച്ച വിവാഹ സാരി ബന്ധം വേർപ്പെടുത്തിയപ്പോൾ സമാന്ത തിരികെ നൽകുകയായിരുന്നു. വിവാഹമോചന സമയത്ത് 1000 കോടി ആസ്തിയുള്ള നാഗചൈതന്യ 20 കോടി രൂപയാണ് സമാന്തയ്ക്ക് ജീവനാംശമായി വാഗ്ദാനം ചെയ്തത്. എന്നാൽ ചില്ലിക്കാശ് വാങ്ങാതെയാണ് ആ ബന്ധത്തിൽ നിന്നും നടി പടിയിറങ്ങിയത്. പിന്നീട് ആരോഗ്യപരമായ അവസ്ഥകൾ ഉണ്ടായപ്പോഴും സാമ്പത്തികമായി തകർന്നപ്പോഴും ആ കാശ് വേണ്ട എന്നു വെച്ചതിൽ തെല്ലും കുറ്റബോധമുണ്ടായിരുന്നില്ല സമാന്ത റൂത്ത് പ്രഭുവിന്.